ജയ കഴിഞ്ഞിട്ട് ഡയറക്ടർ വിപിൻ ദാസിൻ്റെ സിനിമയാണ് ഗുരുവായൂരമ്പല നടയിൽ. അപ്പം ആളുകളുടെ പ്രതീക്ഷയെല്ലാം ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലാണ്. പക്ഷേ അവർ പ്രൊമോഷൻ്റെ സമയത്ത് അവർ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് നിങ്ങളൊരു 90s പഴയ പടം നമ്മൾ കാണുന്ന ഒരു ഫീലിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് നാളായി അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ട് എന്ന്. എനിക്ക് പടം കണ്ടിറങ്ങിയപ്പോഴത്തേക്കും അവർ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. നമ്മൾ പഴയ തെങ്കാശിപ്പട്ടണം, പഞ്ചാബി ഹൗസ്, ഗോഡ് ഫാദർ, അനിയൻ ബാവ, ചേട്ടൻ ബാവ, അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ അന്ന് 90s കിഡ്സ് കുട്ടിക്കാലത്ത് കണ്ടു വളർന്ന അങ്ങനത്തുള്ളൊരു വൈബിലുള്ളൊരു പടമാണ്. അതുപോലുള്ള തമാശകൾ, സ്ലാബ് സ്റ്റിക്ക് കോമഡീസ്, അങ്ങനെ നല്ല ഈ പറഞ്ഞ പോലെ ഡബിൾ മീനിങ്ങും വൾഗറും ഒന്നും ചേർക്കാത്ത രീതിയിൽ സ്ലാബ് സ്റ്റിക്ക് കോമഡീസ് കുറച്ച് കൂടുതൽ യൂസ് ചെയ്ത് കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഒരു 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 സാധാരണ ഒരു സിറ്റുവേഷനാണ്, അതിനകത്ത് കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൺഫ്യൂഷൻസ്, അങ്ങനത്തെ ഒരു ഫുൾ ആൻഡ് ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ഫാമിലി കോമഡി ഡ്രാമ മൂവിയാണ്. ഇത് ശരിക്കും നല്ല രീതിയിൽ തിയേറ്റേഴ്സിൽ റൺ ആവുന്നുണ്ട്. ഒരുപാട് റെസ്പോൺസ് നല്ല രീതിയിൽ വരുന്നുണ്ട് ഈ പടത്തിന്. കുഞ്ഞിരാമായണം സിനിമ എഴുതിയ ദീപു പ്രദീപാണ് ഇതിൻ്റെ റൈറ്റർ. കുഞ്ഞിരാമായണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു. അത് 80കളിൽ നമ്മൾ പെരുകുണ്ണാപുരത്തെ വിശേഷങ്ങൾ പോലെ അതിനെ അനുസ്മരിപ്പിക്കത്തക്ക രീതിയിലുള്ള ക്യാരക്ടേഴ്സും അങ്ങനത്തെ ഒരു രീതിയിലുള്ള പടം ആയിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സായിരുന്ന E4 എൻ്റർടൈനേഴ്സ് ഈ പടത്തിൻ്റെ കോ പ്രൊഡ്യൂസേഴ്സാണ്. ഇത് ശരിക്കും മുമ്പേ പൃഥ്വിരാജിനെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്ന മൂവിയാണ്. അതിനകത്ത് പിന്നീട് അതിൻ്റെ ഡയറക്ടർ മാറി വിപിൻ ദാസിൻ്റെ കയ്യിൽ വന്നപ്പോൾ വിപിൻ ദാസ് ഇതിനകത്ത് ആ റോള് ബേസിലിന് കൊടുക്കുകയും ചേട്ടൻ റോള് കാസ്റ്റ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു, ഒന്ന് സ്വാപ്പ് ചെയ്തു. പൃഥ്വിരാജിന് ചേട്ടൻ റോളും പ്രധാന കഥാപാത്രം എന്നുള്ള റോള് ബേസിലിന് വരികയും ചെയ്തു. പക്ഷേ പൃഥ്വിരാജിൻ്റെ റോള് അങ്ങനെ ഒരു സൈഡ് റോളോ അല്ലെങ്കിൽ വെറും ഒരു ചേട്ടൻ റോളോ ഒന്നുമല്ല. ഈ പടത്തിനകത്ത് ശരിക്കും പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളിൽ ഒരാൾ പൃഥ്വിരാജും ഒരാൾ ബേസിലുമാണ്. പിന്നെ ആക്ടേഴ്സിൻ്റെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പട്ടാളം തന്നെ ഉണ്ട്. കോമഡി ചെയ്യാൻ വേണ്ടി മാത്രം നമുക്കിപ്പം ഈ അടുത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പം റീൽസിലൊക്കെ വന്ന് ഹിറ്റായിട്ടുള്ള, നമ്മൾ കോവിഡിന് ശേഷം റീൽസിലും TV ഷോകളിലും ഒക്കെ ഹിറ്റായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ജോമോൻ ജോദറാണ് ഈ പടത്തിനകത്ത് കൂടുതലായിട്ട് സ്കോർ ചെയ്തത്. പിന്നെ ഒരു ചിരി വമ്പർ ചിരിയിൽ വരുന്ന അശ്വിൻ, സാഫ് ബോയ്, സിജു സണ്ണി, നോബിയോടൊപ്പം ഒക്കെ കോമഡി ചെയ്തിരുന്നൊരു പുള്ളിക്കാരൻ. അങ്ങനെ ഒരു ഭയങ്കര കോമഡി ചെയ്യാനായിട്ട് തന്നെ ശരിക്കും കച്ചകെട്ടി കുറച്ച് ആൾക്കാർ ഈ പടത്തിനകത്തുണ്ട്. അവർക്ക് പുറമേ ഈ പറഞ്ഞ പോലെ ബൈജു, ജഗദീഷ്, ഫീമെയിൽ ലീഡ് എന്നുള്ള നിലയിൽ 2 പേര്, ഇപ്പോൾ അനശ്വരയുണ്ട്, നിഖില വിമലുണ്ട്, ജയ ഹേയിലെ ബേസിലിൻ്റെ അമ്മ ക്യാരക്ടർ ചെയ്തിട്ടുള്ളവരുണ്ട്. ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനകത്തൊരു 10 പേര് മിനിമം വരക്കത്തക്ക രീതിയിലുള്ള അത്രയും വലിയൊരു സിനിമയാണ്. സിനിമയുടെ ക്ലൈമാക്സ് തന്നെ ഒരു ഭയങ്കര രസമുള്ള സാധനമാണ്. അതിനകത്ത് ഇപ്പോൾ ക്യാമിയോ അപ്പിയറൻസിൽ നമുക്ക് യോഗി ബാബു വരെ പടത്തിൽ വരുന്നുണ്ട്. ഗുരുവായൂരമ്പല നടയിൽ ഫുൾ ഒരു സെറ്റ്, അമ്പലനട ഫുള്ളായിട്ടൊരു സെറ്റ് 1:1 റേഷ്യോയിലൊരു ഫുൾ സെറ്റ് തന്നെ ഇട്ടെന്നാണ്. ശരിക്കും നമുക്ക് പടം കാണുന്നവർക്ക് ഇത് സെറ്റാണോ എന്ന് തോന്നിപ്പോകും. അത്ര, അതായത് പക്ക ഒരു ഗുരുവായൂരമ്പലം തന്നെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് തോന്നും. അവസാനം അജു വർഗീസിൻ്റെ സോങ് ഉണ്ട്. അങ്ങനെ പടം ഒരു എൻജോയ്, നമുക്ക് ഫാമിലി ആയിട്ട് പോയി തിയേറ്ററിൽ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പാട്ട്, ഡാൻസ്, കോമഡി, അങ്ങനെ എല്ലാ സംഗതികളും ഉണ്ട്. പണ്ട് നമ്മൾ പ്രിയദർശൻ പടങ്ങളിലായിരിക്കും കൂടുതൽ കണ്ടിട്ടുള്ള ഈ കൺഫ്യൂഷൻ കോമഡി എന്നുള്ള നിലയിൽ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ, പക്ഷേ അതെല്ലാം പഴയ സാധനങ്ങൾ തന്നെ എടുത്ത് വീണ്ടും വീശയല്ല, അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫ് എന്ന് ഒരു പടത്തിലുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അത് ഫാമിലി ഓഡിയൻസ് ഏറ്റെടുത്ത് കഴിയും. അപ്പോൾ അത്ര നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് പടം. പൃഥ്വിരാജ് കോമഡി ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ഒരു ഇതാണ്, ഇയാൾ കുളമാക്കോ ചളിയാക്കോ. പക്ഷേ ഇത് പൃഥ്വിരാജിൻ്റെ മീറ്ററിലുള്ള കറക്റ്റായിരുന്നു. ഈ പടത്തിന് വേണ്ടിയിട്ട് പൃഥ്വിരാജിൻ്റെ ആ ഒരു കോമഡി, ആ ഒരു സ്റ്റൈല് കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അമർ അക്ബർ ആന്റോണിയിൽ പൃഥ്വിരാജ് കോമഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള പടങ്ങളിലൊന്നും അത്ര അങ്ങ് എറിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ പോലും 1-2 പടങ്ങളുണ്ടായിരുന്നല്ലോ. ബ്രോഡാഡിയിലും ഒക്കെ ആയിരുന്നു. കോമഡിക്ക് വേണ്ടി പൃഥ്വിരാജ് ചെയ്ത പടങ്ങളൊന്നും അത്ര അങ്ങ് സുഖകരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നില്ല. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ക്യാരക്ടർ പോലും വെറുതെ വന്നു പോവുകയല്ല. ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് കോമഡിക്ക് വേണ്ടി വെറുതെ കുത്തിത്തിരിയ ക്യാരക്ടേഴ്സ് ഇല്ല. ഈ ക്യാരക്ടേഴ്സ് കൊണ്ട് ഇതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന തമാശകളുമാണ് ഇതിനകത്ത് രസം. അത് തമാശയ്ക്ക് വേണ്ടി എടുക്കുന്നതല്ല, ഓർഗാനിക്കായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡെല്ലാം ഡയറക്ടർ വിപിൻ ദാസുമായിട്ട് മുമ്പും കൊളാബ് ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ നീരജ് രവി ആയിക്കോട്ടെ, മ്യൂസിക് ഡയറക്ടർ അങ്കിത് മേനോൻ ആയിക്കോട്ടെ, ഇവരെല്ലാം വർക്കെല്ലാം ഡീസൻ്റാണ്. ഇപ്പം ക്യാമറ ഡീസൻറ്റ് വർക്കാണ്, നല്ല രീതിയിലുള്ള ക്യാമറ വന്നിട്ടുണ്ട്. മ്യൂസിക്, അങ്കിത് മേനോൻ്റെ മ്യൂസിക് നമുക്ക് 1-2 പാട്ടുകളും, പിന്നെ കൂടുതലും റാപ്പാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് മലയാളം റാപ്പ് ഒരുപാട് പടങ്ങളിൽ വരുന്നുണ്ട്. ഓഡിയോ ജൂക്ക് ബോക്സ് റിലീസ് ആയിട്ടില്ല. K4 കല്യാണം എന്നുള്ള പാട്ടും കൃഷ്ണ എന്നുള്ള പാട്ടും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഒരുപാട് പടത്തിൻ്റെ റെഫറൻസുകൾ ഈ പടത്തിനകത്ത് ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ള പടങ്ങളിലല്ലാതെ നമുക്ക് ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിലാകുമ്പോൾ ഉറപ്പായിട്ടും നന്ദനത്തിൻ്റെ റെഫറൻസ് ഉണ്ടാവണം. അങ്ങനെ എന്ന് വേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ പടത്തിൻ്റെയും
നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള 90s ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സീക്വൻസുകൾ പടത്തിനകത്തുണ്ട്. അതെല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും നമ്മൾ നെറ്റി വിളിക്കത്തക്ക രീതിയിൽ ക്രിഞ്ചാവുകയോ അങ്ങനെയൊന്നും ആയിട്ടില്ല. ഈ വർഷത്തെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ഗംഭീര കോമഡി സിനിമ അത് മസ്റ്റായിട്ടും കാണണം അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ കുറേ കോമഡികൾ വർക്കൗട്ടായിട്ടുള്ള നല്ലൊരു സിനിമയാണ്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫാമിലി കോമഡി എൻ്റർടൈനർ മൂവിയാണ് ഗുരുവായൂരമ്പലനടയിൽ. തീർച്ചയായിട്ടും പോയി സിനിമ കാണാം. കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.